Good morning. Good morning, ma'am. Yes. Good morning, ma'am. Ma'am. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ടോപ്പിക് കൂടി വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആവും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് അല്ലേ? കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ, അടുത്തത് വരുന്നത് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. ഓക്കെ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഉള്ളൊരു സ്റ്റാഫാണ്. അവിടുത്തെ ഓപ്പറേഷൻസ്, അതായത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് എന്ത് എമർജൻസി റൂം ക്ലർക്ക് എന്ന് പറയുന്നത്. അവരെ സെക്രട്ടറി എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ എമർജൻസി റൂം സെക്രട്ടറി എന്നും കൂടി ആരെ പറയാറുണ്ട്? ഈ ഒരു സ്റ്റാഫിനെ വിളിക്കാറുണ്ട്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്, എന്താണ് അവരുടെ റോൾ എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഇന്റർവ്യൂ പേഷ്യൻസ് ടു ഒബ്റ്റെയിൻ ബയോഗ്രഫിക്, ഡെമോഗ്രഫിക് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ for registration purposes and enter information so gathered into hospital computer system. ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാല് അവരുടെ ബയോഗ്രഫിക്ക്, അതായത് അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, അതുകൂടാതെ അവരുടെ എന്താ പറയാ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നെയിം, അഡ്രസ്, ഫോൺ നമ്പർ മുതലായിട്ടുള്ള കാര്യങ്ങള്, കൂടാതെ അവരുടെ ക്ലിനിക്കൽ റെക്കോർഡ്സ്, അതായത് മുമ്പ് ഒരു ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്ന രേഖകള്, പിന്നെ അവരുടെ ലാബ് റിപ്പോർട്ടുകൾ, ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകള്, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് ആണ്. കൂടാതെ രോഗിയുടെ, പേഷ്യന്റിന്റെ ഫിനാൻഷ്യൽ ഡാറ്റ, അവരുടെ വരുമാനം, ആനുവൽ ഇൻകം എത്രയാണ്, അതുകൂടാതെ അവരുടെ ജോലി എന്താണ്, വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതും, അതുപോലെ തന്നെ ഇത്തരം വിവരങ്ങള് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നതും എമർജൻസി റൂം ക്ലർക്ക് ആണ്. ഓക്കെ, അപ്പൊ രോഗിയുടെ എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് വെക്കുന്നത് ഏത് സ്റ്റാഫാണ്? എമർജൻസി റൂം ക്ലർക്ക് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ റിട്രീവ് medical records for the emergency room physician, responsible for processing emergency room admission. ഓക്കെ, അതായത് എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു, അതുകൂടാതെ അവരുടെ ഫയല് എമർജൻസി ഫിസിഷ്യന് കൈമാറുന്നു, കൂടാതെ എമർജൻസി അഡ്മിഷൻസ് കൈകാര്യം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് ആര് തന്നെയാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം, എമർജൻസി പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു, കൂടാതെ അവരുടെ ഫയലുകള് എമർജൻസി ഫിസിഷ്യന് പാസ് ചെയ്യുന്നു, ദെൻ എമർജൻസി റൂം അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രോസസ്സിംഗ് നടത്തുന്നതുമാരാണ്? ഈ ഒരു ക്ലർക്കാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫാന്റാസ്റ്റിക് കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള, അതായത് മികച്ച രീതിയിലുള്ളൊരു സർവീസ് ആര് കൊടുക്കുന്നുണ്ട്? എമർജൻസി റൂം ക്ലർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ്, coordinate activities in connection with admission of patients in the hospital or other medical facility. അതായത് ഒരു രോഗി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കാർഡിയക് അറസ്റ്റുമായിട്ട് ഒരു രോഗി ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരെയെന്ന് വിചാരിക്കാം. കാർഡിയക് അറസ്റ്റ് സംഭവിച്ചൊരു രോഗിക്ക് എന്തായാലും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് ആവശ്യമാണ്.
അപ്പൊ ഉടനെ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം, ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികള് ചെയ്യുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഏകോപിച്ച് രോഗിയെ അതിൽ പ്രവേശിപ്പിക്കുന്നത് എമർജൻസി റൂം ക്ലർക്ക് ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, then assesses patients' other needs from healthcare professionals like need of ambulance services or referral. Okay, referrals. അതായത് ആംബുലൻസ് സർവീസ് ചില പേഷ്യൻസ് വരുമ്പോൾ അവരെ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വരാം മറ്റു ഹോസ്പിറ്റലുകളിലേക്ക്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തില് പേഷ്യന്റിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ആംബുലൻസ് സംവിധാനം ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ആംബുലൻസ് സർവീസ് അതിനുള്ള നടപടികൾ ചെയ്യുന്നത് എമർജൻസി റൂം ക്ലർക്ക് ആണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഗ്രീവൻസ് റിഡ്രസൽ. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് നമ്മൾ കുറെ ചാപ്റ്ററിൽ ഇതിനെ റിപ്പീറ്റ് ആയിട്ട് കാണുന്നതായിരിക്കും. അതായത് പല പല ഡിപ്പാർട്ട്മെന്റിലെ പല പല സ്റ്റാഫുകളെ പിടിക്കുമ്പോൾ ഈ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഗ്രീവൻസസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരാതി പരിഹാരം. ഓക്കെ, ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ പേഷ്യന്റ് റിലേറ്റീവ് ഒരു കംപ്ലൈന്റുമായിട്ട് വന്നു കഴിഞ്ഞാല് അതിനെ ഉടനെ തന്നെ എന്ത് ചെയ്യണം? പരാതി പരിഹാരം കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ചാപ്റ്റർ 7 ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. കമന്റ് ചെയ്യുന്ന വ്യക്തിക്കാണ് പറഞ്ഞു തന്നത് കേട്ടോ. ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, അപ്പൊ പരാതി പരിഹാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്. നിങ്ങളൊക്കെ ജോലിക്ക് കയറുമ്പോൾ വളരെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് ബെഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലുകളിൽ ബെഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും എമർജൻസി ഡിപ്പാർട്ട്മെന്റില്. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ബെഡിന്റെ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യന്റിന്റെ എണ്ണത്തിന് അനുപാതികമായിട്ട് അതിന്റെ റേഷ്യോയ്ക്ക് തുല്യമായിട്ട് ഈക്വൽ ആയിട്ട് അവിടെ ബെഡ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അവിടെ ബെഡ് ഇല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവുമായി ചേർന്നിട്ട് അവിടുന്ന് ബെഡ് എങ്ങോട്ട് കൊണ്ടുവരുത്തണം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ഇപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ 2 ബെഡിന്റെ കുറവുണ്ടെന്ന് വിചാരിക്കുക. മറ്റു ഡിപ്പാർട്ട്മെന്റിൽ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ബെഡ് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? എമർജൻസി റൂം ക്ലർക്കിനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ MLC എന്താണ്. MLC എന്താണ്? മെഡിക്കോ ലീഗൽ കേസ് ആണ് അല്ലെ. മെഡിക്കോ ലീഗൽ കേസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് മെഡിക്കോ ലീഗൽ കേസുകള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തേണ്ടത് ആരാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് ആണ്. എത്ര മെഡിക്കോ ലീഗൽ കേസുകൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ആ ഒരു ER-ല് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ദെൻ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ഓക്കെ, ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് ഡാമ? ഡാമ എന്താണ്? ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഡാമ എന്നറിയാമോ? ഒന്ന് ഫുൾ ഫോം ഒന്ന് കമന്റ് ചെയ്തേ. റിക്വസ്റ്റഡ് ഡിസ്ചാർജ്. ശരിയാണ് കേട്ടോ, അതാണ് അതിന്റെ മീനിങ് വരിക. അതിന്റെ ഫുൾ ഫോം വരുന്നത് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നാണ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ, അതായത് ഡോക്ടറുടെ മെഡിക്കൽ അഡ്വൈസിന് വിരുദ്ധമായിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്ന പേഷ്യൻസ് ആണിത് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ നിന്ന് പോവുക, ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഡിസ്ചാർജ് ആവുക. ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ പറയുന്നതാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവരുടെ റെക്കോർഡുകള് സൂക്ഷിക്കേണ്ടത്, കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ ഒരു
എമർജൻസി റൂം ക്ലർക്കിനാണ്. കാരണം എന്താ, ഇവരുടെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? ഇവര് പോകുന്ന വഴിക്ക് ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് രോഗി, അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ, അതായത് അവരുടെ ഭാഗത്ത് തെറ്റ് വരാനായിട്ട് പാടില്ല, അവരുടെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് പാടുള്ളതല്ല, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ റെക്കോർഡുകളും കൺസെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ച് വെക്കണം. അത് ചെയ്യുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, medico-legal cases is made based on the patient's condition, unnatural case of injury, RTA, etc. Records of such cases are entered in the medico-legal register with the details of patients and accident, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultant's instruction. Okay. അതായത് ഇവിടെ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു മെഡിക്കോ ലീഗൽ കേസ്, അതായത് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്തോ ഒക്കെ സംഭവിച്ച പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകള്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് RT എന്ന് പറയുന്നുണ്ട്. RT എന്ന് പറഞ്ഞാൽ എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? RT എന്ന് പറയാം. ഓക്കെ, റോഡിൽ വെച്ച് നടക്കുന്ന ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് MLC കേസായിട്ട് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ആക്സിഡന്റ് നടന്ന സ്ഥലം എവിടെയാണ്, ഓക്കെ, ഇടിച്ചിട്ട വണ്ടി ഏതാണ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്താണ്, പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അയാളുടെ കണ്ടീഷൻ എന്തായിരുന്നു, ഇത്തരത്തിലുള്ള വിവരങ്ങള് റെക്കോർഡ് ചെയ്യുന്നതും അത് സൂക്ഷിക്കുന്നതും ആര് തന്നെയാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ് കേട്ടോ. CMO ആണ് ആ ഒരു ഫയല് ലോക്കറിൽ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുക. എന്നിരുന്നാലും ആ രോഗിയുടെ എല്ലാ തരത്തിലുള്ള വിവരങ്ങള്, ആക്സിഡന്റിന്റെ സ്പോട്ട്, ആ സ്പോട്ട് നടന്ന ലൊക്കേഷൻ, അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആര് തന്നെയാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, അതാണ് കേട്ടോ അവിടെ പറയുന്നത്. പിന്നീട് MLC കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തുടർ നടപടികളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു, അതിനുശേഷം അവര് വരുന്നു, ദെൻ അന്വേഷണങ്ങൾ ആരംഭിക്കുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരാതി പരിഹാരം, കംപ്ലൈന്റുകൾ പരിഹരിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ, മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചുരുക്കി പറയാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ എല്ലാത്തരം ഡീറ്റെയിൽസ്, ഓക്കെ, അദ്ദേഹത്തിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എമർജൻസി റൂം ക്ലർക്കാണ്. രണ്ടാമത്തത്, എമർജൻസി റൂം പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ ഫയലുകള് എമർജൻസി ഫിസിഷ്യന് കൈമാറുന്നു, എമർജൻസി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്, ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നാലാമത്തേത്, മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് രോഗിയെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നു. രോഗിക്ക് എന്തെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ആവശ്യമാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പരാതി പരിഹാരം, ഗ്രീവൻസസ് റിഡ്രസൽ. അതുപോലെ തന്നെ ബെഡ് അറേഞ്ചുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ എക്സിക്യൂട്ടീവിനെ അറിയിച്ചിട്ട് ആവശ്യമെങ്കിൽ ബെഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുത്തുന്നു. ഇനി MLC കേസുകള് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി മെഡിക്കോ ലീഗൽ കേസുകളിൽ റോഡ് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ലൊക്കേഷൻ
ടൈം, അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റെ കണ്ടീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇത്രയുമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് വരികയാണ്. ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, ഓക്കെ, അതായത് പേര്, അഡ്രസ്, ഫോൺ നമ്പർ മുതലായ കാര്യങ്ങള്, കൂടാതെ അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകം, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് ഒന്നും അത് എടുത്തെന്ന് വരില്ല. എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഡീറ്റെയിൽ നമ്മൾ ചോദിക്കും. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ നമ്മൾ ആ നടപടിക്രമങ്ങളല്ലേ ചെയ്യുള്ളൂ. അയാളൊന്ന് പ്രവേശിപ്പിച്ചതിന് ശേഷം, അതായത് ആ ഒരു അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ വിവരങ്ങൾ എന്ത് ചെയ്യും, എല്ലാ തരത്തിലുള്ള വിവരങ്ങളും എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിൽ അത് എൻ്റർ ചെയ്ത് വെക്കുന്നത് എമർജൻസി റൂം ക്ലർക്ക് ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് തരട്ടെ, ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് തരട്ടെ, ഒന്ന് ചെയ്ത് നോക്കാം, കിട്ടുന്നുണ്ടോ എന്നാ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in triage priority 2 includes dash. Option A red, option A red, option B yellow, in triage priority 2 includes, in triage priority 2 includes dash. Option A red, option B yellow, option C black, option D green. ലാസ്റ്റ് ആൻസേഴ്സ് ലാസ്റ്റ് കമന്റ് ചെയ്താൽ കേട്ടോ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, decontamination area is related to dash. Decontamination area is related to dash. Decontamination area is related to dash. Option A, severe head injury. Option A, severe head injury. Option B, stroke. Option B, stroke. Option C, chemical explosion. Option D, chest pain. Chest pain. Okay. Third question. Which of the following does not come under an MLC? Which of the following does not come under an MLC? Option A, rape. Option A, rape. Option B, trauma. Option C, cardiac arrest. Option D, poisoning. Okay, rape, trauma, cardiac arrest, poison.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് നോട് പറയണം അല്ലെ? ഓക്കെ. Which of the following does not come under an MLC? Okay. A. Rape. B. Trauma. C. Cardiac arrest. D. Poison. ഹരിത രമേശ് കുഴപ്പമില്ല കേട്ടോ. പിന്നീട് ക്ലാസ് കണ്ടിട്ട് എഴുതിയിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. Which of the following is an example of yellow category? Which of the following is an example of yellow category? Option A, infection. Option B, stroke. Option C, headache. Option D, cardiac arrest. Okay, which of the following is an example of yellow category? Option A, infection. Option B, stroke. Option C, headache. Option D, cardiac arrest. Okay. Then അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ. ഫുൾ ഫോം ഓഫ് ഡാമ. ഡാമയുടെ ഫുൾ ഫോം എഴുതുക കേട്ടോ. ഫുൾ ഫോം ഓഫ് ഡാമ. Okay. And the last question is, which of the following is including black category? Which of the following is including black category? Option A, immediate care. Option A, immediate care. Option B, wait. Option C, observation. Option D, none of the above. വേഗം ആൻസർ ചെയ്യാം കേട്ടോ. Which of the following is including black category? Okay. Option A, immediate care. Option B, wait. Option C, observation. Option D, none of the above. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? കമന്റ് ചെയ്ത് എല്ലാവരും കമന്റ് ചെയ്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാഡ് പ്രയോറിറ്റി ടു ഇൻക്ലൂഡ്സ് ഡാഷ്. ഓക്കെ, യെല്ലോ ആണ് കേട്ടോ. യെല്ലോ ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ. Then second question, decontamination area is related to dash. ഏതാ വരിക? decontamination area C ആണ് വരിക അല്ലെ? കെമിക്കൽ എക്സ്പ്ലോഷൻ. decontamination area എന്തുമായി ബന്ധപ്പെട്ടതാണ്? കെമിക്കൽ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. Then which of the following does not come under an MLC? MLC യുടെ പരിധിയിൽ വരാത്തത് ഏതാ?
ഓപ്ഷൻ സി കാർഡിയാക് അറസ്റ്റ് ആണ് MLCയുടെ പരിധിയിൽ വരാത്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is an example of yellow category? ഏതാ വരിക? യെല്ലോ കാറ്റഗറി. ഇൻഫെക്ഷൻ കൊടുത്തിട്ടുണ്ട്, ആക്സിഡന്റ് കൊടുത്തിട്ടുണ്ട്, ഹെഡേക്ക് ഉണ്ട്, കാർഡിയാക് അറസ്റ്റ് ഉണ്ട്. ബി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ. ഡാമയുടെ ഫുൾ ഫോം ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല, തനിയെ എഴുതാനാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഡാമയുടെ ഫുൾ ഫോം എന്താ? ഡാമയുടെ ഫുൾ ഫോം എന്താ? ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് ഡാമയുടെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ. Then, which of the following is including black category? Black category ഏതാ? വെയിറ്റ് ആണ് വരുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇത്ര ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ കെയർ അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. രോഗിയെ നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? ഫുൾ അറ്റൻഡ് ചെയ്തോ എല്ലാവരും? ഓക്കെ. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരിക്കും. ഡ്രൈനേജുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കൂടാതെ കോഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് കോഡുകൾ പഠിച്ചല്ലോ. കോഡ് ബ്ലൂ, അതുപോലെ തന്നെ കോഡ് പിങ്ക്, ഓറഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ചാർജ് പ്രോസസ് കേട്ടോ, അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. ചാപ്റ്റർ 11 ആണ് കേട്ടോ. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. കുറച്ചും കൂടി ഈസിയാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ് ഡിസ്ചാർജ് പ്രോസസ് എന്ന്, അല്ലെ? ഒരു തവണയെങ്കിലും ഡിസ്ചാർജ് വാങ്ങിക്കാത്ത ആരും കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ചാർജ് വാങ്ങി അവിടെ നിന്ന് പോകണം, അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡിസ്ചാർജ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മള് കൂടുതലായിട്ട് ഇവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. ഡിസ്ചാർജ് എങ്ങനെയാണ്, അത് എത്ര ടൈപ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ജനറൽ ആയിട്ട് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ചാപ്റ്റർ 11 ഡിസ്ചാർജ് പ്രോസസ്, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കുമ്പോ തന്നെ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, മൈൻഡിൽ റീഡ് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ. A discharge from hospital is the formal release of patients from a hospital after a procedure or a course of treatment. Discharge happens whenever a patient leaves hospital on the completion of treatment, signing out medical advice, transferring to another healthcare institution, or on death. ഓക്കെ. ഇപ്പൊ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് ഒരു ഫോമൽ റിലീസ് ആണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു ഫോമൽ റിലീസ് ആണ്. ആരുടെ? പേഷ്യൻസിന്റെ. എവിടെ നിന്നുള്ള? ഹോസ്പിറ്റലിൽ നിന്നുള്ള. എന്തിനു ശേഷമാണ്? ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം. ഓക്കെ. അപ്പൊ പല ചോദ്യങ്ങളും ഞാനിപ്പോ പറഞ്ഞല്ലേ, പല ഉത്തരങ്ങളും പറഞ്ഞു. അപ്പൊ ഡിസ്ചാർജിന്റെ ഡെഫിനേഷൻ ആണ് കേട്ടോ അത്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഡിസ്ചാർജിന്റെ ഡെഫിനേഷൻ ആണ്. വാട്ട് ഈസ് ഡിസ്ചാർജ് എന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം, a discharge from hospital is the formal release of patients
from a hospital after a procedure of a course of treatment. ഒരു ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം ഒരു ആശുപത്രിയിൽ നിന്ന് രോഗികളെ ഔപചാരികമായിട്ട് മീൻസ് ഫോർമലായി മോചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഒരിക്കൽ കൂടി പറയാം. ഒരു ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ചികിത്സ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് രോഗികളെ ഫോർമൽ ആയിട്ട് റിലീസ് ചെയ്യുന്നതാണ് എന്ത്? ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് a discharge happens whenever a patient leaves hospital on the completion of treatment. ഡിസ്ചാർജ് പലതരത്തിൽ സംഭവിക്കാം. ഓക്കെ, അവിടെ ഡിസ്ചാർജ് പലതരത്തിൽ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തേത് പറയുന്നത് കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് ചികിത്സ പൂർത്തിയായതിനു ശേഷം രോഗിക്ക് ഡിസ്ചാർജ് സംഭവിക്കാം. ഓക്കെ, സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഡിസ്ചാർജ് ആണത് ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതായത് എല്ലാ രോഗികളും ഹോസ്പിറ്റലിൽ വരുന്നത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ചികിത്സിക്കാൻ, അതായത് അവരുടെ ആ ചികിത്സ പൂർത്തിയായതിനു ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തേതെന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ആദ്യത്തെ സംഭവം അതായത് ഡിസ്ചാർജ് സംഭവിക്കുന്നത് ഒന്ന് കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷമാണ്. ഇനി രണ്ടാമത്തത് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് എന്ത് സംഭവിക്കുന്നു? ഡിസ്ചാർജ് സംഭവിക്കുന്നതിനെയാണ് സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡാമ പറഞ്ഞല്ലേ, ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പറഞ്ഞു. അതുപോലെ തന്നെ അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്തിനുമുള്ളത്? ഈ ഒരു സാമയ്ക്കുമുള്ളത് കേട്ടോ. സാമ എന്ന് പറഞ്ഞാല് സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് എന്ന് ആണ് പറയുന്നത്. അതായത് രോഗി തന്റെ ഇഷ്ടപ്രകാരം, സ്വയം ഇഷ്ടപ്രകാരം ഡോക്ടർ പറയുന്നത് കേൾക്കാതെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നതാണ് എന്ത്? സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അടുത്തത് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു രോഗി നിലവില് ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് ആ രോഗിക്ക് പോരാതെ വരികയോ അല്ലെങ്കിൽ അവിടുത്തെ ചികിത്സ സാറ്റിസ്ഫൈഡ് ആകാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ രോഗി എന്താവും? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവും, അല്ലെ? ഓക്കെ, ചിലപ്പോൾ ഹോസ്പിറ്റൽ ഭൂരിഭാഗവും ഹോസ്പിറ്റൽ അതോറിറ്റി തന്നെയാണ് ഷിഫ്റ്റ് ആക്കുന്നത്. ഓക്കെ, മറ്റു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസരത്തില് ഒരു രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഡിസ്ചാർജില് വരുന്നതാണ്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ആദ്യത്തേത് ഡിസ്ചാർജ് സംഭവിക്കുന്നത് കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റിന് ശേഷം. രണ്ടാമത്തേത് സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ്. മൂന്നാമത്തേത് ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നാലാമത് ഡിസ്ചാർജ് സംഭവിക്കുന്നത് എങ്ങനെയാ? ഓർ ഓൺ ഡെത്ത്. മരണം സംഭവിക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റലിൽ ഒരു രോഗി ചികിത്സയിൽ ഇരിക്കുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ഡിസ്ചാർജ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയറിനെ പറയുന്നതും ഡിസ്ചാർജ് എന്ന് തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ നോക്കി, കൂടാതെ ഡിസ്ചാർജ് സംഭവിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് നോക്കി. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ദെൻ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. അതായത് പലതരത്തിലുള്ള ഡിസ്ചാർജ് നടപടിക്രമങ്ങളുണ്ട്. ഓക്കെ, ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര ടൈപ്പ് ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റൂട്ടീൻ ഡിസ്ചാർജ് ആണ് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ താഴെ വരുന്നുണ്ട്, അപ്പൊ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് വൺ AMA ഡിസ്ചാർജ് വരുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഫോർത്ത് വൺ ഡിസ്ചാർജ് ടു ഹോസ്പേസ് പാലിയേറ്റീവ് കെയർ. ഓക്കെ, അപ്പൊ 4 ടൈപ്പ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയർ ആണ് ഉള്ളത്. ഫസ്റ്റ് ഈസ് റൂട്ടീൻ ഡിസ്ചാർജ്, സെക്കൻഡ് ഈസ് AMA ഡിസ്ചാർജ്, ആൻഡ് തേർഡ് ഈസ് transfer to another healthcare facilities, and last one is discharge to hospice palliative care. Okay, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റൂട്ടീൻ ഡിസ്ചാർജ്.
Okay. Routine discharge, a planned discharge on the advised doctors. Routine discharge is referred to as the process of patient being discharged from a hospital or healthcare facility after getting medical treatment or care. The healthcare team will then provide the patient with the information about their condition, medication, follow-up care, and any lifestyle changes necessary for them. ഓക്കെ, റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് നോർമൽ ഡിസ്ചാർജ് ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ സാധാരണ കണ്ടുവരാറുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള ഡിസ്ചാർജ് ആണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇതൊരു പ്ലാൻഡ് ഡിസ്ചാർജ് ആണ്. ഇതിനെ പ്ലാൻഡ് ഡിസ്ചാർജ് ആണെന്ന് പറയാനായിട്ട് കാരണം, ഒരു രോഗി ഹോസ്പിറ്റലിൽ അഡ്മിഷനുമായിട്ട് വരുമ്പോൾ ആ രോഗിയെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അറിയാനായിട്ട് സാധിക്കും ഈ രോഗി എപ്പോഴാണ് തിരിച്ചു പോകുക. ഓക്കെ, ഇപ്പൊ ഡോക്ടർ 5 ദിവസത്തെയോ 7 ദിവസത്തെയോ ട്രീറ്റ്മെന്റ് ആണ് രോഗിക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ആ രോഗിക്ക് ആ ദിവസങ്ങളിൽ ആന്റിബയോട്ടിക്സ് ഉണ്ടാകും. ഓക്കെ, അതിന്റെ കോഴ്സ് എന്ന് പറയുന്നത് 5 അല്ലെങ്കിൽ 7 ദിവസമാണ് ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് കഴിഞ്ഞാൽ രോഗി എന്ത് ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കാം. ഇപ്പൊ ഒരു ഉദ്ദേശം ഉണ്ടാവും. ഇപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്നത്തേക്ക് 5 ദിവസം കഴിഞ്ഞിട്ട് രോഗിയെ വിടാമെന്നുള്ള ഒരു ഉദ്ദേശം ആർക്കുണ്ടാവും, ഡോക്ടർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ടീമിന് കൃത്യമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് എന്തു പറയാം, നമുക്ക് പ്ലാൻഡ് ഡിസ്ചാർജ് എന്ന് പറയും. കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ഡിസ്ചാർജ് നടക്കുന്നത് കേട്ടോ. റുട്ടീൻ ഡിസ്ചാർജ് നടക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഓർത്തുവയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇതിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, വൈദ്യ ചികിത്സയോ പരിചരണമോ ലഭിച്ച ശേഷം ഒരു രോഗിയെ ആശുപത്രിയിൽ നിന്നോ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നോ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രക്രിയയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ രോഗിക്ക് ശരിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയ ശേഷമാണ് ആര് ഡിസ്ചാർജ് ചെയ്യുന്നത്? ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റുട്ടീൻ ഡിസ്ചാർജ് കൊടുക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ റുട്ടീൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന് അവര് ചില ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് വെറുതെ ഡിസ്ചാർജ് ചെയ്യുന്നവർ വിടുകയല്ല ചെയ്യുന്നത് അല്ലെ, പകരം അതായത് അവരുടെ കണ്ടീഷൻ, ഇപ്പൊ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ പറയും നിങ്ങളുടെ കണ്ടീഷൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ സൂക്ഷിക്കേണ്ടതുണ്ടെന്നൊക്കെ കുറെ കാര്യങ്ങൾ അഡ്വൈസ് കൊടുക്കും. കൂടാതെ മെഡിക്കേഷനെ കുറിച്ച് പറയും അല്ലെ, അതായത് രോഗി വീട്ടിൽ ചെന്നാൽ കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാകും. കൂടാതെ വീട്ടില് സൂക്ഷിക്കേണ്ട കെയർ, അതായത് രോഗി എങ്ങനെയാണ് അവിടെ സംരക്ഷിക്കേണ്ടത്, രോഗിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. തുടർന്ന് അവർക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആവശ്യമാണെങ്കിൽ, ഇപ്പോ ഹോസ്പിറ്റലിൽ വന്ന ഒരു പേഷ്യൻസ് തിരിച്ചു പോകുന്നത് എന്താണ്, കുറച്ച് വീക്കായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്, സ്റ്റേബിൾ ആയിരിക്കും, എന്നാലും എന്താണ് അവരൊരു പഴയ ആരോഗ്യം തിരിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പൊ അവര് ചിലപ്പോൾ അവരുടെ ഫുഡ് പ്ലാനിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അവർ എക്സസൈസുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഏത് ഡിസ്ചാർജിലാണ്? റൂട്ടീൻ ഡിസ്ചാർജിലാണ്. ഓക്കെ, അപ്പൊ റൂട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാല് നോർമൽ ഡിസ്ചാർജ് ആണ്. നോർമൽ ഡിസ്ചാർജ് ആകുന്ന വ്യക്തിക്ക് ഹെൽത്ത് കെയർ ടീം അവരുടെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, കൂടാതെ മെഡിക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ അവരുടെ കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവശ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഓക്കെ, റുട്ടീൻ ഡിസ്ചാർജ് ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തേത് AMA ഡിസ്ചാർജ് ആണ്. AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. നമ്മളിപ്പോ സാമയും ഡാമയും ഒക്കെ പറഞ്ഞു പോയില്ലേ, അതിന്റെ ഇതിലാണ്, അതായത് AMAയുടെ അണ്ടറിലാണ് സാമയും ഡാമയൊക്കെ വരുന്നത്. AMA എന്ന് പറഞ്ഞാല് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതിന്റെ കീഴിലാണ്
ഡാമ ആയാലും അല്ലെങ്കിൽ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയാലും സാമ സൈനിങ് ഔട്ട് മെഡിക്കൽ അഡ്വൈസ് ആയാലും വരുന്ന കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് AMA ഡിസ്ചാർജ് എന്താണെന്ന് നോക്കാം. AMA discharge indicates against medical advice. Discharge which occurs when a patient takes decision to leave hospital or health care facility before their treatment is complete. Against the advice of the healthcare provider, AMA discharge may occur for a variety of reasons, including a desire to leave the hospital early, disagreement with the recommended treatment plan, or defect with the quality of care. Okay. AMA discharge എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെന്ന് പറയും. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് ഡോക്ടറുടെ ഉപദേശത്തിന് എതിരായിട്ടുള്ള ഡിസ്ചാർജ്, ഡോക്ടറുടെ ഇഷ്ടപ്രകാരം അല്ലാത്ത ഡിസ്ചാർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒരു രോഗി, ഒരു പേഷ്യന്റ് അവരുടെ ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രം വിടാൻ തീരുമാനിക്കുന്നതാണത് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു പനിയായിട്ട് ഞാൻ ചെന്നെന്ന് വിചാരിക്കാം ഹോസ്പിറ്റലിൽ. ഓക്കെ, ഡോക്ടർ എന്നോട് 5 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് പറഞ്ഞത്. 5 ദിവസം അവിടെ എന്നെ എടുത്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ എന്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടും എന്റെ കണ്ടീഷനിൽ യാതൊരുവിധ ചേഞ്ചും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഡോക്ടറോട് പറയാണ് എനിക്ക് വീട്ടിലോട്ട് പോകണം അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ എനിക്ക് കാണിക്കണം എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ചികിത്സ, ഇപ്പൊ എനിക്ക് ആന്റിബയോട്ടിക്സ് കുത്തി വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചികിത്സ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എന്താണ്, ഞാൻ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്ചാർജിനെയാണ് എന്ത് പറയുന്നത്, AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ AMA ഡിസ്ചാർജിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. വെറൈറ്റി ഓഫ് റീസൺസ് ആണ് ഇതിനുള്ളത്, AMA ഡിസ്ചാർജിന് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന റീസൺ എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാല് അദ്ദേഹം നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ വിടാനായിട്ട് തീരുമാനിക്കുന്നു. നമുക്ക് അറിയാം, ചില പേഷ്യൻസിനെ കാണുമ്പോൾ ചില മുതിർന്ന ആളുകള് അല്ലെങ്കിൽ എന്താ പറയാ, ചില ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, അവർക്ക് ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ, അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, പൊരുത്തപ്പെട്ട് പോകില്ല അവര്. അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ തന്നെ എന്ത് പറയും, 1-2 ദിവസം തന്നെ കഴിയുമ്പോൾ അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ സാറ്റിസ്ഫൈഡ് അല്ലാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചിലര് പോകാറുണ്ട്, വീട്ടിലോട്ട് പോകാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു ആഗ്രഹം നേരത്തെ വരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാറുണ്ട്, AMA ഡിസ്ചാർജ് വരാറുണ്ട് കേട്ടോ. നേരത്തെ ആശുപത്രി വിടാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത് കൊണ്ട് ഈ ഒരു ഡിസ്ചാർജ് സംഭവിക്കാറുണ്ട്. ദെൻ രണ്ടാമത്തത്, ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് വെറൈറ്റി ഓഫ് റീസൺസില് രണ്ടാമത്തെ പോയിന്റ് ആണ് ഡിസ്എഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. അതായത് ട്രീറ്റ്മെന്റിനോട്, ചികിത്സാ രീതികളോടുള്ള വിയോജിപ്പ്, ഡിസ്എഗ്രിമെന്റ്. ഓക്കെ, ചില ഹോസ്പിറ്റലിലെ രോഗിക്ക് ഇപ്പോ അയാള് ആവശ്യപ്പെടുന്ന തരം ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല, ഡോക്ടേഴ്സ് ആണ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുക. എന്നിരുന്നാലും കൂടി ആ ട്രീറ്റ്മെന്റിനോട് ചില രോഗികൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാതെ വരിക, തൃപ്തി ഇല്ലാതെ വരിക. ഓക്കെ, അവരിപ്പോ അതായത് ഫിസിക്കൽ കണ്ടീഷൻ ചേഞ്ച് ആവുന്നില്ലെങ്കിൽ രോഗിക്ക് എന്ത് പറ്റില്ല. ഇപ്പൊ നമ്മളായാലും നമ്മളിപ്പോ ഒരു രോഗം വന്നു, നമ്മള് ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനിൽ യാതൊരു ചേഞ്ചും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഓക്കെ, വന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്കിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റിനോട് നമ്മൾ യോജിക്കോ, ഒരിക്കലും അല്ലെ. നമ്മൾ പറയും, യാതൊരു ഡോക്ടർ വരുമ്പോൾ, ഡോക്ടർ കൗൺസിലിംഗ് വരുമ്പോൾ നമ്മൾ ഡോക്ടറോട് പ്രത്യേകം പറയും, വന്ന പോലെ തന്നെയാണ്, എനിക്ക് യാതൊരു മാറ്റവും തോന്നുന്നില്ല എന്ന് പറയും. അപ്പൊ ഡോക്ടേഴ്സ് ചിലപ്പോൾ പറയും, ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മാറുള്ളൂ എന്ന് പറയും. നമ്മൾ വീണ്ടും അവരോട് പറയും, മരുന്ന് മാറ്റി തരുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങനെ. പക്ഷെ അവരങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് അതിനോട് വിയോജിപ്പ് വരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ട്രീറ്റ്മെന്റിനോടുള്ള വിയോജിപ്പ് എന്തുണ്ടാക്കുന്നുണ്ട്, AMA ഡിസ്ചാർജിന് കാരണം ആകുന്നുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് അവിടെ പറയുന്നുണ്ട്,
ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ, ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ, നിലവാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ധാരാളം പൈസയൊക്കെ മുടക്കിയിട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആ മുടക്കുന്ന പൈസക്ക് എന്താ പറയാ, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു കെയർ നമുക്ക് അവിടെ നിന്ന് കിട്ടണ്ടേ. അപ്പൊ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അവിടെ കിടക്കാനായിട്ട് പിന്നെ താല്പര്യപ്പെടുമോ? നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്ത് നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റീസോ അല്ലെങ്കിൽ കെയറോ അവർ തന്നില്ലെങ്കിൽ നമ്മളവിടെ അതായത് കിടക്കാനായിട്ട് താല്പര്യപ്പെടില്ല. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യാറുണ്ട്? EMA വാങ്ങിച്ച് പോകാറുണ്ട്. ഓക്കെ, ഇപ്പൊ പരിചരണത്തില് അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ചെയ്യുന്ന അതായത് ട്രീറ്റ്മെന്റ് തരുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും അവിടെയുള്ള നഴ്സുകളാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പരിചരണം നമുക്ക് തരുന്നില്ലെങ്കിൽ അതും EMA ഡിസ്ചാർജിന് കാരണമാകാറുണ്ട്. അപ്പൊ 3 കാരണങ്ങൾ കൊണ്ടാണ് EMA ഡിസ്ചാർജ് സംഭവിക്കുന്നത്. ഫസ്റ്റ് ഈസ് ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. രണ്ടാമത്തേത് ഡിസ്അഗ്രിമെന്റ് വിത്ത് ദ റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. മൂന്നാമത്തേത് ഡിഫക്റ്റ് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? EMA ഡിസ്ചാർജില് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനിയിപ്പോ മൈക്ക് ഓൺ ചെയ്യാം. ഇതുവരെ ഒന്ന് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡൗട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ഇല്ലേ ആർക്കും? ആ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു ഡൗട്ടും ഇല്ല? എല്ലാവർക്കും ക്ലിയർ ആയി? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന ആളൊന്നും പറയാം കേട്ടോ. വാട്ട് ഈസ് ഡിസ്ചാർജ്? അഭിരാമി സുബിനെ, ഡിസ്ചാർജിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞേ. Discharge is a formal, the patient, മലയാളത്തിൽ പറഞ്ഞാൽ മതി മാം. ഡിസ്ചാർജ് മാത്രം പറഞ്ഞാൽ മതി. അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് പറയാമോ? അതിനകത്ത് അല്ലെങ്കിൽ മലയാളത്തിലായാലും പറഞ്ഞാൽ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സയുടെ നടപടിക്രമത്തിന് ശേഷം ഫോർമലായി റിലീസ് ചെയ്യുന്നതിനാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്ചാർജ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്? റോഷ്നി, എപ്പോഴാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്? എങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്? റോഷ്നി, റോഷ്നിയില്ലേ? അനാമിക DM, അനാമിക ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, ഏതൊക്കെ കാരണം? മതി പറഞ്ഞാ മതി. Completion of treatment, signing out against medical advice, transferring to another healthcare institution, or death. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് പ്രൊസീജിയർ എത്ര തരത്തിലുണ്ട്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ടൈപ്സ് ഓഫ് ഡിസ്ചാർജ് പ്രൊസീജിയർ. ഷമീമ പറയൂ കേട്ടോ. ഷമീമ. Routine discharge, AMA discharge, transfer to another healthcare facility, discharge to hospice, palliative care.
Then routine discharge കേട്ടോ. routine discharge ഒരാൾ പറയൂ. routine discharge എന്താന്ന് പറഞ്ഞേ? റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പ്ലാൻ ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് റുട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ആ. അത് അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ മെച്ചപ്പെട്ടതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയതിനു ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതിന് ചെയ്യേണ്ട ഫോളോ അപ്പും എല്ലാം ചെയ്ത് പറഞ്ഞു വിടുന്നു. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ് റുട്ടീൻ ഡിസ്ചാർജ്? അഞ്ചു ചോദ്യം തന്നെ പറഞ്ഞാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് റുട്ടീൻ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്? എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? The patient with the information about their condition, medications, follow-up care and lifestyle changes necessary for them. Okay. Then AMA discharge. AMA discharge ആരാ പറയാ? against medical advice. against medical advice ആണ് എന്താ AMA discharge എന്ന് പറയുന്നത് അല്ലേ? രോഗി ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ സ്വയം ഇഷ്ടത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് ആണ് AMA ഡിസ്ചാർജ്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന് ഇൻക്ലൂഡിങ് എ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. അവർക്കൊരു പ്ലാൻ താല്പര്യമില്ലാത്ത ഒരു ഇതുണ്ടാവും. പിന്നെ സെക്കൻഡ് ഡിസഗ്രിമെന്റ് വിത്ത് ദ റിക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ. തേർഡ് വൺ ഡിഫക്ട് വിത്ത് ദ ക്വാളിറ്റി ഓഫ് കെയർ. ഓക്കെ, ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വേറൊരാളൊന്ന് പറയൂ AMA ഡിസ്ചാർജ്. AMA discharge എന്ന് പറയുന്നത് മെഡിക്കൽ അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. A patient takes decisions to leave a hospital or healthcare facility before their treatment is complete against the advice of their healthcare provider. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്വയം ഇപ്പോ എന്താ പറയാ ട്രീറ്റ്മെന്റിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങിച്ച് പോകുന്നതിനെയാണ് AMA മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. അതില് പെട്ടതാണ് DAMA, SAMA എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് വെറൈറ്റി ഓഫ് റീസൺസ് AMA ഡിസ്ചാർജിന്റെ? ഓരോ പോയിന്റ് ആയിട്ടൊന്ന് പറഞ്ഞേ കിരണ്യ. എന്തൊക്കെയാ റീസൺസ് വരിക? ഒരാൾ പറയൂ കേട്ടോ. റീസൺസ് എന്തൊക്കെയാ പറയാ? ക്വാളിറ്റി ഓഫ് കെയർ, ഡിഫക്ട് വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ, വിത്ത് റെക്കമെൻഡഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ, പിന്നെ ഡിസയർ ടു ലീവ് ദ ഹോസ്പിറ്റൽ ഏർലി. Including a desire to leave the hospital early, disagreement with the recommended treatment plan, defect with the quality of care. ഈ 3 റീസൺസ് ആണ് AMAക്ക് കാരണമാകുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ചില കോഡുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കോഡുകൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്തൊന്ന് പറഞ്ഞേ. ഏതൊക്കെ കോഡ് ആണ്, എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന്? കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ്, കോഡ് റെഡ് ഫയർ, കോഡ് ഓറഞ്ച് ഡിസാസ്റ്റേറ്റ്, കോഡ് യെല്ലോ മിസ്സിംഗ് കേസ്, കോഡ് ബ്ലാക്ക് ബോംബ് ത്രെഡ്, കോഡ് പിങ്ക് പീഡിയാട്രിക്സ്, കോഡ് ഗ്രീൻ ഇവാക്കുലേഷൻ. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ? അതെന്തൊക്കെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്? ഒരാൾ പറയൂ. ക്വാളിറ്റി ഇൻഡിക്കേറ്റർ നസീറ ഉണ്ടോ അവിടെ?
മാം ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇന്നലെ വന്ന വീഡിയോസ് നോക്കിയിട്ടില്ല. പിന്നെ മൺഡേ ഞാൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ? ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. മൺഡേ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ വീഡിയോ വന്നത് നോക്കിയിട്ടില്ല മിസ്. ഇന്നലെ നോക്കണ്ടേ. ഓക്കെ ഓക്കെ. അനാമിക, മിസ് ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിക്കാം. ഉമൈബയാണോ പറയുന്നേ? ഉമൈബ, അത് ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ ഏതും ക്ലിയർ ആയിട്ടില്ല, നെറ്റ് കട്ടായി പോയി. ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെന്നോ? അതല്ല മിസ് ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചോദിക്കും, അത് ക്ലിയർ ആയില്ല. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്? അതെന്തൊക്കെയാ വരുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്? ഓർമ്മയില്ലേ? കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. ആ ഓർമ്മയുണ്ട്. എന്തൊക്കെയായിരുന്നു അത്? Left without being seeing doctor. ആ പിന്നെ Time to initial assessment. ആ Treatment. Time to treatment. ആ Service experience. പിന്നെ unplanned re-attendance rate. ആ Total time spent in emergency department. ആ ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വായിച്ചിട്ട് വരിക കേട്ടോ, നന്നായിട്ട് വായിക്കാട്ടോ. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ വായിച്ചു പോവാ, അല്ലെങ്കിൽ എല്ലാവരും കൂടി മിക്സ് ആവും ലാസ്റ്റ്. അതുകൊണ്ട് അന്നന്ന് തന്നെ പഠിച്ചു പോവാ. എല്ലാവരും അന്നന്ന് തന്നെ പഠിക്കുന്നില്ലേ? ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോകുന്നില്ലേ? ഉണ്ട്. ഓക്കെ Okay, ma'am. Thank you. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, miss.